ഇന്ധനത്തിന് വലിയ തോതിലുള്ള വിലവർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വർധനവ് കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നതല്ല. കഴിഞ്ഞ മെയ് 15 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ 11 ദിവസത്തിനിടയിൽ 4 തവണയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. ഏതാണ്ട് 8 റുപ്യ ഒറ്റയടിക്ക് 11 ദിവസം കൊണ്ട് വർദ്ധിക്കുന്ന നിലയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇന്ധന നികുതി ഏർപ്പെടുത്തുകയുണ്ടായി. അന്ന് ജനങ്ങൾക്ക് ഈ ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നികുതി കുത്തനെ അങ്ങോട്ട് കൂട്ടിയത്. ക്രൂഡ് ഓയിൽ വിലയുടെ വർധനവിൻ്റെ പേര് പറഞ്ഞാണ് ജനങ്ങളുടെ മേലെ ഇപ്പോഴും ഈ അധിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമേഷ്യൻ മേഖലയിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ഒരു തരത്തിലുള്ള മുൻകരുതലും ഇത്രയും കാലമായിട്ടും കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതുകൂടി നമുക്കിതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. LPGയുടെ വില വൻതോതിലാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില 4 മാസം കൊണ്ട് 1544 ഉറുപ്പികയാണ് വർദ്ധിപ്പിച്ചത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. ഏതാണ്ട് ഇരട്ടി. 2025 അവസാനം ഉണ്ടായിരുന്ന വില ഏതാണ്ട് 1500-1600 ഉറുപ്പികയായിരുന്നു. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ 3000-ലധികം ഉറുപ്പികയായിട്ട് 3131 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിച്ചത്. 1544 ഉറുപ്പിക ഒരു സിലിണ്ടറിൻ്റെ മേലെ, വാണിജ്യ സിലിണ്ടറിന് മേലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും നമ്മുടെ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന സ്കൂളുകളെപ്പോലും ബാധിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ പണം കൊടുത്ത് ഇന്ധനം ഉപയോഗിക്കാൻ വാതകം ഉപയോഗിച്ച്, കാരണം മുമ്പ് തന്നെ വിറക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു സ്കൂളുകളിൽ പാചകം ചെയ്യാൻ. അതൊരിക്കൽ പിൻവലിച്ചു. പക്ഷേ കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വീണ്ടും അത് പാചകം മുഴുവൻ ഗ്യാസ് തന്നെ ആവണം എന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് അവർ കൊടുക്കേണ്ടത്, സ്കൂളുകളിൽ കൊടുക്കേണ്ടത്. വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉൾപ്പെടെ വലിയ രീതിയിൽ വില വർദ്ധിക്കുകയാണ്. ടാക്സി, ഓട്ടോ, ചരക്ക് ഗതാഗതത്തിലും ഇത് വല്ലാതെ രീതിയിലുള്ള പ്രശ്നമായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ ബസ് വ്യവസായം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അവശ്യ വസ്തുക്കളുടെ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ആകമാനം വലിയ പ്രതിസന്ധിയാണ് ഇന്ധന വില വർധനവിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കുന്നത്. ഗാർഹിക സിലിണ്ടറിൻ്റെ വില മാർച്ച് മാസത്തിലാണ് യഥാർത്ഥത്തിൽ 60 ഉറുപ്പിക വർദ്ധിപ്പിച്ചത്. സിലിണ്ടറിൻ്റെ ലഭ്യത കുറവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ BJP സർക്കാർ ഗാർഹിക സിലിണ്ടറിൻ്റെ സബ്സിഡി എടുത്തുമാറ്റി അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു അക്കൗണ്ടിലും ലഭ്യമാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരികയുമാണ് ചെയ്യുന്നത്.